മഹാന്മാരുടെ മഖ്ബറ വിഗ്രഹമാണോ? ആണോ? എന്നാൽ മദീന ശരീഫിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ജാറമുണ്ടല്ലോ, മഖാമുണ്ടല്ലോ, അതേ ഹുജ്റത്തു ശരീഫ് ഉണ്ടല്ലോ. തള്ളു മാത്രം പോരല്ലോ. എവിടെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജാറമുണ്ട് എന്ന് വെറുതെ പാട്ടുപാടിയിട്ട് കാര്യമില്ല ഉസ്താദെ. എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മുൻപ് പല വീഡിയോയിലൂടെ കാണിച്ചതാണ്. ചെച്നിയൻ പ്രസിഡന്റ് റംസാൻ കദിറോവ് അദ്ദേഹം മദീന സന്ദർശിച്ചപ്പോൾ അവിടെ എന്താണുള്ളത് എന്നൊക്കെ കാണിച്ചതാണ്. അതിനുശേഷം മദീനയിൽ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന ഒരു മുത്തവ്വ, കേരളത്തിലുള്ള ഒരു ആള്, അദ്ദേഹം അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ വിശദീകരിച്ചതാണ്. അതിനും അപ്പുറം ശാസ്ത്രീയമായിക്കൊണ്ട് തന്നെ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വളരെ വിശദീകരിച്ചു കൊണ്ട് 3D ചിത്രം സഹിതം നമ്മൾ വീഡിയോ ചെയ്തത്. എന്തിനാണ് എന്നിട്ട് നിങ്ങൾ ഈ നോണ ഇങ്ങനെ ഇയാളെ എടുത്ത് പറയണേ? അല്ലേ, പച്ച നോണയല്ലേ പറഞ്ഞത് അല്ലേ? കുറച്ചും കൂടി കേൾക്കാം നമുക്ക്. അതേ ഹുജ്റത്തു ശരീഫ് ഉണ്ടല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. എന്ത് ജാറുണ്ട് എന്നാ പറയണത്? നിങ്ങൾക്ക് ഈ മുണ്ടിയ ജാറെന്നേ അറിയുള്ളൂ. ജാറം, പെട്ടിവരവ്, ഉറൂസ്, മങ്കൂസ്, ബദർ, മൗലൂദും ജാറം ബിരിയാണിച്ചെമ്പ്, മൗലൂദ് ജാറം ഇറച്ചിച്ചെമ്പ്, ഇതല്ലാണ്ട് വല്ലതും അറിയോ നിങ്ങൾക്ക്? ഈ റംസാൻ മാസത്തിൽ ഇങ്ങനെ പറയിപ്പിക്കണ്ടല്ലോ ഉസ്താദ് നിങ്ങൾക്ക്. ആ ഖുർആൻ എടുത്തിട്ട് 2 ആയത്ത് ഓതിയോ കാണിയും. ആ ഹദീസ് ഏതെങ്കിലും 2 ഹദീസ് എടുത്തിട്ട് അത് സത്യസന്ധമായിട്ടൊന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ ജാറം ഷിയായിസോ ഈ കുബൂരിസോ ഖുറാഫീസോ അല്ലാണ്ട് എന്തെങ്കിലും നിങ്ങളെത്തുണ്ടോ? പടച്ചമ്പുരാനെ, ഈ റംസാൻ മാസത്തിലും ഇവറ്റ തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കാണ്. ഇന്നേം കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാണ്. ആരും തെറ്റിദ്ധരിക്കണ്ട. ഇങ്ങനെ അങ്ങനെ പറഞ്ഞേ തീരൂ, തിരുത്തിയേ തീരൂ. അള്ളാന്റെ റസൂല് റമദാനിക്ക് പോരാട്ട മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെയും കൊണ്ട് കഴിയുന്ന പോരാട്ട മേഖലയിലൊക്കെ നമ്മളും ഉണ്ടാവും. പറയൂ ഉസ്താദെ, ഉസ്താദ് പറയട്ടെ. സുഹൃത്തുക്കളെ, അത് വിഗ്രഹമാണെന്ന് പറയാൻ ഈ കക്ഷികൾക്ക് കഴിയുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, എന്റെ ഖബർ. ഒരു മിനിറ്റ്, ആ ഹദീസ് പൂർണ്ണമായിട്ട് ഓതിയോ? ഇല്ലല്ലേ? ആ ഹദീസ് പൂർണ്ണമായിട്ട് വായിച്ചില്ല. ഇല്ല, എന്തായാലും വായിച്ചില്ലേലും വേണ്ടില്ല. എന്താണ് അതിന് അർത്ഥം പറയുന്നത് നോക്കാം നമുക്ക്. എന്റെ ഖബർ ഒരിക്കലും നീ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇടമുട്ടത്ത് വെച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് വാദപ്രതിവാദം നടത്തിയപ്പോ അന്ന് ചോദിച്ചു ഞാൻ, നബി തങ്ങളുടെ ദുആ അല്ലേ അത്? ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ? എന്നിട്ടും ആ റൗദ ശരീഫിന്റെ ചുമരിന്റെ മേലെ ഇസ്തിഗാസയുടെ പദ്യമല്ലേ ഉള്ളത്? അതേ, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളമുഹു എന്ന് പറയുന്ന നബി തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന പദ്യം ആ ചുമരിന്റെ മേലെ ഇല്ലേ? അവിടുത്തെ ജാറം അവിടെ ഇല്ലേ? എന്നിട്ട് അത് വിഗ്രഹമാണെന്ന് ഈ പുത്തൻവാദികൾക്ക് പറയാൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത്? നിർത്തി. പ്രിയമുള്ളവരെ, ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന ഈ AP വിഭാഗം സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ 3 ഒരാളായ AP വിഭാഗം സംസ്ഥാന സെക്രട്ടറിയാണ് ഇയാൾ. അദ്ദേഹം പറയുന്നത് റസൂലുള്ളാന്റെ ഖബർ ഷെരീഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ജാറമുണ്ട് എന്നാണ്. ജാറം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായോ? ഇതേപോലുള്ള സാധനം ഉണ്ട് എന്നുള്ളതാണ്. തെളിയിക്ക് ഉസ്താദെ. നാളെ മുതൽ നിങ്ങളുടെ ഒപ്പാണ് എൻ്റെ ജീവിതം, നിങ്ങളുടെ അടിമയായിട്ട്. ഇതിൽ മേലെന്തെങ്കിലും ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറം ഇവര് നിർമ്മിക്കുന്ന, ഇവര് പണി കഴിപ്പിക്കുന്ന, ഇവര് ആരാധനകൾ അർപ്പിക്കുന്ന, പൂക്കൾ വിതറുന്ന, ഇവര് ചന്ദനത്തിരി കൊളുത്തി വെക്കുന്ന, ഇപ്പൊ CM-ൻ്റെയൊക്കെ പോലെ നിലവിളക്ക് കൊളുത്തി വെക്കുന്ന, ഇവര് മറ്റുള്ള എല്ലാ പെട്ടിവരവും ഉറൂസ് വരവും ജാറം മോഡലും ചന്ദനക്കോടം എല്ലാ കുതുകുലം നടത്തുന്ന ഒരു ജാറം അവിടെ ഉണ്ട് എന്ന് പേരോട് തെളിയിച്ചാല്, പേരോടിന്റെ ഒപ്പല്ലേ അവിടെ ഇപ്പോൾ ഏതൊരു ബെയ്ത്ത് എഴുതി വെച്ചിക്കൊണ്ടെന്ന് പറഞ്ഞു. ആ ബെയ്ത്ത് അവിടെ പണ്ട് മുതലുണ്ട്. കുബ്ബത്തുൽ അഖ്ലറില്ല അവിടെ, അത് ആരെങ്കിലും പൊളിച്ചു കളഞ്ഞിരിക്കണോ? അതവിടെ പണ്ട് തുർക്കികൾ ചെയ്തു വെച്ച കുറെ കാര്യങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അതുകൊണ്ട് അള്ളാന്റെ റസൂലിന് ജാറുണ്ട് എന്നാണോ? എന്താണ് തെളിവ്? ഉണ്ടെങ്കിൽ തെളിയിക്കുക ഉസ്താദെ. നിങ്ങള് വലിയൊരു കോട്ട് വിട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു നടന്നിട്ട് കാര്യമല്ലോ. ഇപ്പൊ കോട്ട് ഊരലേ ഇല്ല എന്നുള്ളതാണ് കേട്ടത്. കോട്ട് ഊരാണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല ഉസ്താദെ. പറയുന്നത് വിവരക്കേടായി കഴിഞ്ഞാല് സാഹിബിന്റെ കോട്ട് വിട്ട് ഇറന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഇനി ഇത്രയും പറഞ്ഞപ്പോ നമുക്കിത് എന്താണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്നൊന്നും അറിയണ്ടേ? അല്ലേ? കണ്ടു നമുക്ക്
അവിടുത്തെ ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്, നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ, റംസാൻ കദിറോവ് ചെച്ചിനിയൻ പ്രസിഡന്റിന്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്താം. ആദ്യം നമുക്ക് അവിടുത്തെ ആ സ്ട്രക്ചറൊക്കെ ഒന്ന് കണ്ടു പഠിക്കുക. ഈ സിവിൽ എഞ്ചിനീയറിങ്ങും അതേപോലെ ആർക്കിടെക്റ്റൊക്കെ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, ഇല്ലെങ്കിലും ആർക്കും മനസ്സിലാവും. പെര വെക്കാന് ബുദ്ധിയും ബോധമുള്ള ആളുകളാണല്ലോ നമ്മളൊക്കെ, അല്ലേ? അപ്പൊ നമുക്കൊക്കെ മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്, അതിന്റെ പ്ലാനും കാണിച്ചു തരുന്നുണ്ട്. കേട്ടോ കാണി പേരോടുണ്ടെന്നോണ പൊളിച്ചെടുക്കുന്നു. ഈ കാണുന്നത് ഹുജ്റത്ത് ഷെരീഫയാണ്, റൗദ ഷെരീഫാണ് നമ്മൾ ഈ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ ഗ്രില്ലിന്റെ പുറത്ത് ഭാഗത്ത് നിന്നാണ് നമ്മൾ സിയാറത്ത് ചെയ്യുക. അതിലൂടെയുള്ള ആ ഹോൾസിലൂടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പച്ചക്കെട്ടാണ്. അത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പച്ചക്കെട്ട്, ഈ പഞ്ചാകൃതിയിലുള്ള പഞ്ചകോണത്തിലുള്ള ഒരു കെട്ടാണിത്. അതിന്റെ ഉള്ളിൽ കാണുന്നതാണ് ആയിഷ ബീവിയുടെ വീട്. ഈ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയാവുന്നതും വഫാത്താവുന്നതും അവിടെ വെച്ച് തന്നെയാണ് മറവ് ചെയ്യുന്നതും. ആദ്യം കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറാണ്, പിന്നീട് കാണുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്, പിന്നീട് കാണുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്, പിന്നീട് കാണുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. ഈ രൂപത്തിലാണ് റൗദ ഷെരീഫിന്റെ ഉൾവശം നിലകൊള്ളുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ പ്രിയമുള്ളവരെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് പേരോടല്ല, ഏത് മൂലോടാണെങ്കിലും പച്ച നുണ പറയുന്ന ആളുകളാണ്. അവർ കാണാത്ത, അവർക്ക് കണ്ടു ബോധ്യം വരാത്ത, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ സ്രോതസ്സുകളിൽ നിന്ന് അറിവ് ലഭിക്കാത്ത കാര്യങ്ങൾ പോലും ഏതെങ്കിലും, പണ്ട് ഞാൻ പറയല്ലേ, അങ്ങനത്തെ ആളും ഇങ്ങനത്തെ ആളും എഴുതിയ ഏതെങ്കിലും മായാവി കഥയുടെ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബുക്കണ്ട് വായിച്ചിട്ട് വേദിയിൽ വന്നിട്ട് അങ്ങോട്ട് പാടും. ആ പാട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഏതാണ് ഇവിടെ പരാമർശിച്ച ആ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന ആയിഷ ബീവിയുടെ വീടെന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ചെച്ചിനിയൻ പ്രസിഡന്റ് റംസാൻ കദിറോവ് ഈ വാതിൽ തുറന്ന്, അതായത് നമ്മൾ മുന്നിൽ നിന്ന് കാണുന്ന വാതിലല്ല, അല്ലാത്തൊരു ഭാഗത്ത് ഒരു ഡോറ് തുറന്നുകൊണ്ട് ഈ 5 ഭാഗങ്ങളുള്ള ചുമരിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ആ ലിങ്ക് കിട്ടുകയാണെങ്കിൽ, നമ്മുടെ ഏത് ചാനലിലാണ് എത്രാമത്തെ വീഡിയോ ഒന്നും അറിയില്ല, തിരഞ്ഞ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ലിങ്കെങ്കിലും ഇവിടെ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും 5 ഭാഗങ്ങളിലൊരു ചുമര, സമചതുരല്ല. ആയിഷ ബീവിയുടെ വീട് 4 ചുമരുകളായിട്ട്, സമചതുരല്ല ദീർഘചതുരാണ്. അതിന് പുറത്തായിക്കൊണ്ട് 5 ഭാഗങ്ങളുള്ളൊരു ചുമരുണ്ട്. ആ 5 ഭാഗങ്ങളുള്ള ചുമരിനും പുറത്താണ് നമ്മൾ കാണുന്ന വാതിലും ചുമരും ഒക്കെ ഉള്ളത്. ഞാനും ഫസ്റ്റ് തവണ പോയപ്പോൾ ഈ 3 ഹോളുകൾ കാണുമല്ലോ. ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇങ്ങനെ 3 ഹോളുകളാണ്. എൻ്റെ വിചാരം ഇതിങ്ങനെ 3 ഖബറുകളാണ് എന്നുള്ളതാ. പിന്നീടാണ് മനസ്സിലായത് ഖിബിലയുടെ കാര്യമൊക്കെ ഓർത്ത് നോക്കുമ്പോൾ അത് നീളത്തിൽ തന്നെയാണെന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ 3 ഇങ്ങനെ കാണിക്കുന്നത്? അതാണ് ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നത്. 3 ഖബറുകളും കുറച്ച് മാറിയാണ്, സ്റ്റെപ്പ് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് ആയിഷ ബീവിയുടെ വീട്. ആ ആയിഷ ബീവിയുടെ വീടിൻ്റെ നേരെ മുകളിലേക്കാണ് ആ പച്ച കുബ്ബയുള്ളത്, കുബ്ബത്തുൽ അഹ്ലർ ഉള്ളത്. അത് തുർക്കികളുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ആ വീടടക്കം സംരക്ഷിച്ചുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ്, 5ാം ഖലീഫ എന്ന് സ്ഥാനപ്പേരാണ്. 5ാം ഖലീഫ അല്ലട്ടില്ലേ, 5ാം ഖലീഫ മുആവിയാണ്, മുആവിയല്ല. 5ാം ഖലീഫ എന്ന് സ്ഥാനപ്പേര് കൊടുത്തിട്ടുള്ളത് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഹദീസ് ക്രോഡീകരണമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലെ ഖലീഫക്കാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നല്ല രീതിയിൽ ബന്ദോബസ്താക്കിയത്. അത് എന്തുകൊണ്ടാണ് 5 ചുമരുള്ളത് എന്നുള്ളതൊക്കെ വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് പറ്റുവാണെങ്കിൽ അത് കാണിക്കുക, ഇല്ലെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ അത് സംബന്ധിച്ച് തന്നെ വീണ്ടും ഒരു വീഡിയോ ചെയ്യും. എന്തായാലും നമ്മളിങ്ങനെ നോക്കിയ ഓട്ടയിൽ കൂടി ഖബർ കാണുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ വലിയ മതിലാണ്. ആ മതിൽ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് എത്രയുണ്ടോ അത്രയും ഭൂമിക്കടിയിലേക്കുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മതിലിൻ്റെ ഘടനയൊക്കെ വളരെ വൃത്തിക്ക് പറഞ്ഞു തരുന്നുണ്ട്. മതിൽ മേലേക്കുള്ള പോലെ തന്നെ ചോട്ടുക്കുണ്ട്. ആ മതിൽ കടന്നാലോ പിന്നെ ഖബർ കാണോ? ഇല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ആയിഷ ബീവിയുടെ വീടാണ്. ആ വീടിനുള്ളിലാണ് 3 ഖബറുകൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു ചാണിനേറെ ഉയരം ഇല്ലാത്ത 3 ഖബറുകൾ. ആ ഖബറുകളെയാണ് ജാറുണ്ട് എന്നുള്ളത് ഈ പേരോട് സക്കാഫി, ഈ പാച്ച കളവ് പറയുന്നത്. എന്തായാലും റമദാൻ മാസത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കളവെങ്കിലും
നിങ്ങൾക്ക് മുമ്പിൽ തിരുത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.